യൂട്യൂബറും മോഡലും സിനിമാ PR-ഒയുമായ റിൻസി മുംതാസിനെ ഓർമ്മയില്ലേ? ഏതാണ്ട് 9 മാസം മുൻപ് ഈ യുവതിയെക്കുറിച്ച് കേരളം ചർച്ച ചെയ്തതാണ്. സിനിമയിലെ പ്രമുഖരുമായി അടുത്ത ബന്ധം, പലർക്കും ലഹരി എത്തിച്ചു കൊടുക്കുന്നതിലെ പ്രധാന കണ്ണി. 2025 ജൂണിൽ റിൻസിയെ MDMA-യുമായി പിടികൂടിയപ്പോഴാണ് ഇവരുടെ മയക്കുമരുന്ന് ഇടപാടുകൾ പുറത്തു വന്നത്. പിന്നീട് കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതോടെ യുവതി വീണ്ടും ലഹരി വിൽപ്പനയിലേക്ക് കടന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപത്തെ ഹോട്ടലിൽ നിന്ന് റിൻസിയും സംഘവും പിടിയിലായി. കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്കും നീങ്ങുമെന്നാണ് സൂചന. കൊച്ചി നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ലഹരിമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിൻസിയെയും കൂട്ടരെയും പോലീസ് കാക്കനാട് അറസ്റ്റ് ചെയ്യുന്നത്. ഈ കേസിലെ നടപടികൾ തുടരുന്നതിനിടെയാണ് 9 മാസത്തിനു ശേഷം വീണ്ടും സംഘം പിടിയിലാകുന്നത്. ഇവരിൽ നിന്ന് 3.58 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. റിൻസി മുംതാസിനൊപ്പം മറ്റ് 3 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാക്കനാട് വാഴക്കാല സ്വദേശി മുഹമ്മദ് റിഷാഖ്, ആലുവ സ്വദേശി അഭിജിത്ത്, നൂർനാട് സ്വദേശി ബിജു എന്നിവരാണ് മറ്റു പ്രതികൾ. ലഹരി ഉപയോഗിക്കുന്നതിനും മറ്റുള്ളവർക്ക് വിൽപ്പന നടത്തുന്നതിനുമായാണ് പ്രതികൾ ഹോട്ടലിൽ മുറിയെടുത്തതെന്ന് പോലീസ് പറയുന്നു. യുവ സിനിമാ താരങ്ങളുമായും സിനിമയിലെ മറ്റു പ്രമുഖരുമായും അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് റിൻസി. ഈ പശ്ചാത്തലത്തിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്കും വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ആദ്യ കേസിലും സമാനമായ നടപടികൾ ഉണ്ടായെങ്കിലും അന്വേഷണം എങ്ങുമെത്തിയില്ല. ലഹരിമരുന്ന് ശൃംഖലയിൽ ഇവർക്ക് മറ്റാരെങ്കിലുമായി ബന്ധമുണ്ടോ എന്നും സിനിമാ മേഖലയിലുള്ളവർക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്നുണ്ടോ എന്നും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇവരുടെ ഫോൺ രേഖകളും സാമ്പത്തിക ഇടപാടുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചും പോലീസ് നിരീക്ഷണം ശക്തമാക്കി. പിടിയിലായ 4 പ്രതികളും റിമാൻഡിലാണ്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.